ഓക്കെ. സോ ഗുഡ് വിൽ ആൾസോ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടായി ചെയ്യുക. അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ. അപ്പോൾ എന്താണ് അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസൺ, എയും ബിയും ഉള്ളൊരു പാർട്ട്ണർഷിപ്പിക്ക് പുതിയൊരു പാർട്ട്ണർ എന്ത് ചെയ്യാണ് വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പിൽ നമുക്ക് പഠിക്കാമല്ലോ എന്താ വെച്ചാൽ സെയിലിൻ്റെ എൻട്രി, പർച്ചേസിൻ്റെ എൻട്രി, ഇതൊന്നുമല്ല. ഇതൊക്കെ പാർട്ട്ണർഷിപ്പിലുള്ള ഏതുപോലെ തന്നെയാണ്, പ്രൊപ്പറേറ്റർഷിപ്പ് പോലെ തന്നെയാണ്. പാർട്ട്ണർഷിപ്പിൽ നമുക്ക് എക്സ്ട്രാ പഠിക്കാമല്ലോ എന്താ, പാർട്ട്ണർഷിപ്പിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരാൾ റിട്ടയറായി, അല്ലെങ്കിൽ ഒരാൾ പുതിയതായിട്ട് വന്നു, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് തന്നെ എന്ത് ചെയ്തു ക്ലോസ് ആയി. ഇങ്ങനത്തെ സിനാരിയോയിലൊക്കെ ഇങ്ങനത്തെ സിനാരിയോയിൽ വരുമ്പോഴുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് മെയിനായിട്ട് അവിടെ പഠിക്കാനുള്ളത്, പാർട്ട്ണർഷിപ്പിൽ പഠിക്കാനുള്ളത്. ഓക്കെ. പാർട്ട്ണർഷിപ്പിൽ ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് ഒക്കെ സെയിം ആണ്. ഏത് മാത്രമേ പാർട്ട്ണർഷിപ്പിൽ ഡിഫറൻസ് ഉള്ളൂ, നമ്മളെ മറ്റവൻ ഏത് മാത്രമേ പാർട്ട്ണർഷിപ്പിൽ മെയിനായിട്ട് ഡിഫറൻസ് ഉള്ളൂ, നമ്മളെ മറ്റേ ഏത് മാത്രമേ പാർട്ട്ണർഷിപ്പിൽ ഡിഫറൻസ് ഉള്ളൂ, എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പാർട്ട്ണർഷിപ്പിൽ വരുന്ന സമയത്ത് ഏതൊക്കെ എക്സ്ട്രാ വരും, പി ആൻഡ് അപ്രോപ്രിയേഷൻ വരും, അതുപോലെ തന്നെ ഇത് വരും, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ വരും, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ എന്ത് ചെയ്യാണ്, പുതിയ ഒരു പാർട്ട്ണർ എന്ത് ചെയ്യാണ് വരികയാണ്. അങ്ങനെ വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ. എന്താ പറയുക, അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ. ഓക്കെ. അപ്പോൾ അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ ഉണ്ടാകുമ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കുക, ആദ്യമായിട്ട് എന്താ സംഭവിക്കുക, അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ത് ചെയ്യും, മാറും. രണ്ട് പാർട്ട്നേഴ്സ് അവർ ഈക്വൽ പാർട്ട്നേഴ്സ് ചെയ്യുന്നു, 1/2 എന്ന് പറയുക പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. മൂന്നാമത്തെ ഒരാൾ വന്നു, അപ്പോൾ അവർ റേഷ്യോ തന്നെയാണ് 1/3 ആയി മാറി. അപ്പോൾ അവിടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ മാറിയില്ലേ, മാറിയില്ലേ. പണ്ടുണ്ടായിരുന്ന ആൾക്കാരാണ് എയും ബിയും, പുതിയ പാർട്ണർ വന്നു, അവൻ്റെ പേരാണ് സി. അപ്പോൾ എയും ബിയും നമ്മൾ വിളിക്കും ഓൾഡ് പാർട്ട്നേഴ്സ്, പുതുതായിട്ട് വന്ന ആളെ വിളിക്കും ഇൻകമിംഗ് പാർട്ണർ. പുതിയ ആൾ വന്നു കഴിഞ്ഞാൽ എക്കും ബിക്കും എന്താണ്ടാവുക, ഗെയിനാണ് ഉണ്ടാവുക, സാക്രിഫൈസ് ആണ് ഉണ്ടാവുക. സാക്രിഫൈസ് ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രണ്ടാൾക്കാർ കേക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി കിട്ടേണ്ടത് എത്രയായിരുന്നു, രണ്ടാൾക്കാർ കേൾക്കുന്നത്, അപ്പോൾ 1/2 കിട്ടുമായിരുന്നു, ശരിയല്ലേ, 1/2 കിട്ടുമായിരുന്നു. അപ്പോൾ എക്സ്ട്രാ ഒരു കസിന് വന്നു, അപ്പോൾ അവനും കൊടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുള്ളൂ, 1/2 അല്ല കിട്ടുക, എത്ര കിട്ടുക, 1/3 ആണ് കിട്ടുക. 1/3 അല്ല കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കേക്ക് നഷ്ടപ്പെട്ടു, 1/2 മൈനസ് 1/3 നഷ്ടപ്പെട്ടില്ലേ. 1/2 ആണ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത്, ഇപ്പോൾ എത്ര ഉള്ളത്, 1/3. ഈ 1/2 പറയുന്ന പേരാണ് എന്ത്, OR പറഞ്ഞാൽ ഓൾഡ് റേഷ്യോ. 1/3 പറയുന്ന പേരാണ് എന്ത്, 1/3 പറയുന്ന പേരാണ് NR പറഞ്ഞാൽ ന്യൂ റേഷ്യോ. പണ്ടുണ്ടായിരുന്ന 1/2, ഇപ്പോൾ ഉണ്ടായിരുന്ന 1/3. അപ്പോൾ അതെങ്ങനെ നമ്മളെങ്ങനെ കാണുക, ഇവിടെ നമ്മൾ സബ്സ്ട്രാക്ഷൻ അല്ലേ ചെയ്യണേ. എന്തുവാടെ ഇനി പറയാം, സബ്സ്ട്രാക്ഷൻ എന്നല്ല, വേറെ എന്താ പറയുക, മൈനസ് അല്ലേ ചെയ്യുന്നത്. അതെ, മൈനസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ സെയിം ആവണം. അപ്പോൾ 2ഉം 3ഉം കോമൺ ആയിട്ട് പോകുന്ന HCF എന്താ പറയുക, ഇവിടെ ഏതാ LCM HCF ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് 6 ആണ്. അപ്പോൾ 2 × 3 6, 2 × 3 × 2 6. അപ്പോൾ 3 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 1/6. 1/6 അല്ലേ എൻ്റെ സാക്രിഫൈസ്, 1/6 അല്ലേ എൻ്റെ സാക്രിഫൈസ്. അടുത്തോൻ്റെ ഇങ്ങനെ തന്നെ വരിക, എൻ്റെതും ഇങ്ങനെ തന്നെ വരിക, ബീൻ്റെതും ഇങ്ങനെ തന്നെ വരിക. അപ്പോൾ എയും ബിയും സിക്ക് വേണ്ടി എത്ര സാക്രിഫൈസ് ചെയ്തു, 1/6 വെച്ച് സാക്രിഫൈസ് ചെയ്തു. അപ്പോൾ എയും ബിയും സിക്ക് വേണ്ടിയിട്ട് 1/6 വെച്ച് സാക്രിഫൈസ് ചെയ്താൽ ടോട്ടൽ സിക്ക് കിട്ടിയ എത്ര, 1/6 + 1/6 എത്ര, 2/6. 2/6 പറഞ്ഞാൽ 1/3 അല്ലേ, അതല്ലേ അവന് കൊടുത്തത്. ഓക്കെ. അപ്പോൾ ഇൻ കേസ് ഓഫ് അഡ്മിഷൻ എന്താ ഉണ്ടാവുക, സാക്രിഫൈസ് ആണോ ഗെയിനിങ് ആണോ ഉണ്ടാവുക, സാക്രിഫൈസ് ആണ് ഉണ്ടാവുക. വാട്ട് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് സാക്രിഫൈസിങ് റേഷ്യോ, old ratio minus new ratio. അപ്പോൾ in case of admission there is always a change in profit sharing ratio. OR NR തമ്മിൽ ഡിഫറൻസ് ഏതാണ്, ഏതാണ് സാക്രിഫൈസിങ് റേഷ്യോ. ഓക്കെ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലിസൺ കെയർഫുള്ളി. ഒരു എക്സാമ്പിൾ നോക്കാം. എയും ബിയും 3:2 പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. 1/5 ഷെയർക്ക് ആര് വന്നു, സി വന്നു. സിക്ക് എത്ര കൊടുക്കണം, 1/5. അപ്പോൾ ഇനി ന്യൂ റേഷ്യോ കാണണം. ന്യൂ റേഷ്യോ എങ്ങനെ കാണുക, സി ആണ് ഇൻകമിംഗ് പാർട്ണർ, സിക്ക് നമ്മൾ 1/5 കൊടുത്താൽ ബാക്കി എത്ര ഉണ്ടാവും, 4/5. അത് എയും ബിയും ഇവരുടെ പഴയ റേഷ്യോയിൽ എടുക്കും. അപ്പോൾ എൻ്റെ ന്യൂ റേഷ്യോ എത്ര വരിക, 1/5 അവന് കൊടുത്തിട്ടില്ല, ബാക്കി 4/5 3/5. 4/5 3/5, 4 × 3 12, 5 × 5 25. അതേപോലെ ഇവൻ എത്ര വരിക, ഇവനും അതന്നെ വരിക. 1/5 സി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള 4/5 2/5, 4 × 2 8, 5 × 5 25. അപ്പോൾ ന്യൂ റേഷ്യോ പറഞ്ഞാൽ എൻ്റെത് 12/25, ബീൻ്റെത് 8/25, സി 1/5 പറഞ്ഞാൽ അതിനെ 25 ആക്കുമ്പോൾ 5/5. അപ്പോൾ ന്യൂ റേഷ്യോ വിൽ ബി 12:8:5. ഇതാണ് ഇവർ ന്യൂ റേഷ്യോ. ഇനി ഓൾഡിൽ നിന്നും
എത്രത്തോളം റേഷ്യോ കുറഞ്ഞു എന്നതിനെ നമ്മൾ പറയുന്നത് എസ് ആർ പറഞ്ഞാൽ ഏതാണ് സാക്രിഫൈസിങ് റേഷ്യോ ഓക്കെ. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ ഇസ് ദ റേഷ്യോ അറ്റ് വിച്ച് ദ ഓൾഡ് പാർട്ട്നേഴ്സ് ആർ ഡാമേജ്ഡ് ഡ്യൂ ടു ദ അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ട്ണർ. ഇപ്പോൾ 3 പാർട്ട്നേഴ്സ് ഉണ്ട്, പുതിയ പാർട്ണർ വന്നു, ഒരാളെ സാക്രിഫൈസിങ് റേഷ്യോ 0 ആണ്. അതിനർത്ഥം എന്താ? പുതിയ പാർട്ണർ വന്നതുകൊണ്ട് ആ ഓൾഡ് പാർട്ണർക്ക് ഡാമേജ് ഒന്നും തന്നെ വരുന്നില്ല. 3 പാർട്ട്നേഴ്സ് ഉണ്ട്, 4മതൊരാൾ വന്നു, പക്ഷേ അയാൾ വന്നതുകൊണ്ട് ഇവിടെ ഉള്ള ഒരു പാർട്ണറുടെ റേഷ്യോ എന്ത് ചെയ്യുന്നില്ല, മീൻസ് അയാൾക്ക് സാക്രിഫൈസ് റേഷ്യോ ഒന്നുമില്ലെങ്കിൽ അയാൾക്ക് പണ്ടുള്ളതും ഇപ്പോൾ ഉള്ളതും ഇമ്പാക്റ്റ് തന്നെയാണ്, സെയിം തന്നെയാണ്. ഒരു പാർട്ണർ എണ്ണത്തിൽ കൂടുന്നത് മാത്രമേ ഉള്ളൂ, വേറെ യാതൊരു ഇമ്പാക്റ്റും ഇല്ല. സാക്രിഫൈസ് റേഷ്യോ ഇസ് ദ റേഷ്യോ അറ്റ് വിച്ച് ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഫോർഗിവ് ദെയർ ഷെയർ ടുവാർഡ്സ് ദ ന്യൂ പാർട്ട്ണർ. ഓക്കെ. അപ്പോൾ ഇവിടെ എസ് ആർ എങ്ങനെ കാണുക? എസ് ആർ എങ്ങനെ കാണുക? ഓൾഡ് റേഷ്യോ 3/5 അല്ലേ, 3/5 മൈനസ് ന്യൂ റേഷ്യോ എത്ര? 12/25. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി ഇവിടെ 5ഉം ഇവിടെ 25 ആണ്, നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 × 5 15, 15 മൈനസ് 12 എത്ര? 3/25. ഇവിടെ ഓൾഡ് റേഷ്യോ 2/5, 2/5 ന്യൂ റേഷ്യോ എത്രയാണ്? 8/25. കുറക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്തു, 5 മൾട്ടിപ്ലൈ ചെയ്താണ് 25 ആക്കി. 10 മൈനസ് 8 എത്ര? 2/25 എന്ന് പറഞ്ഞാൽ അവരെ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണ്? 3/25, 2/25, അഥവാ 3:2. ഈ 3:2 തന്നെയല്ലേ ഓൾഡ് റേഷ്യോ അല്ലേ? അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറയാണ് 3:2 ഓൾഡ് റേഷ്യോ, ന്യൂ റേഷ്യോ 1/5 പറഞ്ഞതിന് അർത്ഥം എന്താ? ബാക്കി 4/5 ഇവരെടുക്കുക ഏത് റേഷ്യോയിലാണ്? ഇവർ ഓൾഡ് റേഷ്യോയിലാണ് എന്ന് പറഞ്ഞാൽ ഇവർ ഓൾഡ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു എന്ത്? സാക്രിഫൈസിങ് റേഷ്യോ. എല്ലാ കേസിലും ഓൾഡ് റേഷ്യോ സാക്രിഫൈസ് റേഷ്യോ ആവുമോ? ഇല്ല. സ്പെഷ്യൽ കേസിൽ ഓൾഡ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു ഏത്? സാക്രിഫൈസിങ് റേഷ്യോ. ഇതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആസ് പാർട്ട് ഓഫ് അഡ്മിഷൻ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദർ വിൽ ബി ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. രണ്ടാമതായിട്ട് എന്ത് ചെയ്യും? രണ്ടാമതായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ടാമതായിട്ട് ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ. സി എന്ത് ചെയ്യും? ക്യാപിറ്റൽ കൊണ്ടുവരും. അപ്പോൾ അഡ്മിഷനിൽ എന്തൊക്കെ നടക്കുന്നത് ഞാൻ പറയണത്? ആദ്യം ഞാൻ പറഞ്ഞത് എന്താ? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കാണുമ്പോൾ നിങ്ങൾ ഏതൊക്കെ റേഷ്യോസാണ് വേണ്ടത്? ഓൾഡ് റേഷ്യോ അവിടെ ഉണ്ടാവും. എവിടെ നിങ്ങൾക്ക് ഓൾഡ് റേഷ്യോ കിട്ടുക? പഴയ ഡീലിൽ. ന്യൂ റേഷ്യോ വന്നെങ്കിൽ നിങ്ങൾ കാണേണ്ടി വരും, അല്ലെങ്കിൽ അവർ പറയും. പിന്നെ ഏത് നിങ്ങൾ നിർബന്ധമായിട്ടും കാണേണ്ടി വരും? സാക്രിഫൈസിങ് റേഷ്യോ കാണാനുള്ള ഫോർമുല എന്താ? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. സൂപ്പർ. അടുത്താണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്തിനാണ്? പ്രോഫിറ്റ് ഷെയർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ പുതിയ പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരണം. പുതിയ പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എന്താ ചെയ്യാനുണ്ട്? പറഞ്ഞോ. പുതിയ പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എന്താ ചെയ്യാനുണ്ട്? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഇൻകമിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഇൻകമിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. സെറ്റ് അല്ലേ? അടുത്തത് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ. അടുത്ത എന്താണ്? അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ. ഗുഡ് വിൽ ആര് കൊണ്ടുവരണം? ആര് കൊണ്ടുവരും? ഇപ്പോൾ ഗുഡ് വിൽ ഓഫ് ദ ഫേം 4 lakh ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേണ്ട, ഗുഡ് വിൽ ഓഫ് ദ ഫേം 1 lakh ആണെന്ന് വിചാരിക്കുക. ന്യൂ പാർട്ട്ണറുടെ ഷെയർ 1/5 ആണ്. അപ്പോൾ അവൻ എത്ര ഗുഡ് വിൽ വരണ്ടേ? 20,000. അപ്പോൾ അവൻ ഗുഡ് വിൽ കൊണ്ടുവന്നാൽ അത് ആർക്കുള്ളതാണ്? ഫേമിനുള്ളതല്ല, അത് ആർക്കുള്ളതാണ്? ഓൾഡ് പാർട്ട്നേഴ്സ്. എന്തിനാണ് ഇത് ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത്? ദേ ആർ ഫോർ ഗിവിങ് ദെയർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ദ ന്യൂ പാർട്ട്ണർ. ഓൾഡ് പാർട്ട്നേഴ്സ് ന്യൂ പാർട്ട്ണർ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പ്രോഫിറ്റിൽ അവർ സാക്രിഫൈസിങ് നടത്തുന്നുണ്ട്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾഡ് പാർട്ട്നേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നത്? പറയടാ. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾഡ് പാർട്ട്നേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സിന് നമ്മൾ ഏത് കൊടുക്കുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഗുഡ് വിൽ കൊടുക്കുന്നത്. അപ്പോൾ ഗുഡ് വില്ല് ആരുടെ ഗുഡ് വില്ല്? ടോട്ടൽ ഗുഡ് വിൽ ഓഫ് ദ ഫേം 1 lakh ആണ്. ഇൻകമിംഗ് പാർട്ണർ ടോട്ടൽ ഗുഡ് വിൽ ഓഫ് ദ ഫേം 1 lakh ആണ്. നമ്മുടെ ഇൻകമിംഗ് പാർട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് പറഞ്ഞാൽ 1/5 ആണ്. അപ്പോൾ അയാൾ കൊണ്ടുവരേണ്ട ഗുഡ് വില്ല് പറഞ്ഞാൽ 1 lakhൻ്റെ 1/5 പറഞ്ഞാൽ എത്ര? 20,000. ഈ 20,000 അയാൾ കൊണ്ടുവന്നാൽ അത് ആരെടുക്കും? ഓൾഡ് പാർട്ട്നേഴ്സ് എടുക്കും. ഏത് റേഷ്യോയിൽ? സാക്രിഫൈസിങ് റേഷ്യോ. ഏത് റേഷ്യോയിൽ? സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഓൺലി മൊമെൻറ്റ് വെർ വി അപ്ലൈ സാക്രിഫൈസിങ് റേഷ്യോ. അപ്ലൈ ചെയ്യുന്ന ഏക മൊമെൻറ്റ് പറഞ്ഞാൽ ഓൾഡ് പാർട്ട്നേഴ്സ് ഇവർ കൊണ്ടുവന്ന ഗുഡ് വില്ല് എടുക്കുന്ന മൊമെൻറ്റാണ്. ഏത്? ന്യൂ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ് വില്ല് ഓൾഡ് പാർട്ട്നേഴ്സ് എടുക്കുന്ന മൊമെൻറ്റിൽ മാത്രമാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? സാക്രിഫൈസിങ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്ലീസ് ഡു ടെൽ മീ, നമ്മൾ എന്താ ചെയ്യാൻ പാസ് ചെയ്യുക? പൈസ വന്നു. ഈ പൈസ വന്നത് നമ്മൾ ആർക്ക് കൊടുക്കുക? ഓൾഡ് പാർട്ട്നേഴ്സിന്. ഏത് റേഷ്യോയിൽ? ഓൾഡ് റേഷ്യോയിൽ, അല്ല സാക്രിഫൈസിങ് റേഷ്യോയിൽ. അപ്പോൾ എന്താ ജേർണലിൻ്റെ നമ്മൾ പാസ് ചെയ്യുക? ബാങ്ക് എന്ന് പറഞ്ഞ അസറ്റ് കൂടി. ബാങ്ക് എന്ന് പറഞ്ഞ അസറ്റ് കൂടി. ഇത് ആരെ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക? ഓൾഡ് പാർട്ട്നേഴ്സിന്. ഒന്ന് പറയടാ. അപ്പോൾ എന്തായാലും ജേർണലിൻ്റെ വരിക? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഏത് റേഷ്യോയിൽ? സാക്രിഫൈസിങ് റേഷ്യോയിൽ. ഇനി ഓൾഡ് പാർട്ട്നേഴ്സ് ഇത് വിഡ്രോ ചെയ്താലോ? ആ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, ക്യാപിറ്റൽ കുറഞ്ഞു. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് വാട്ട് എവർ. മനസ്സിലായില്ലേ? ഗുഡ് വിൽ കൊണ്ടുവരുന്നതും വിഡ്രോ ചെയ്യുന്നതും
ഒറ്റ എൻട്രി ആയിട്ട് എഴുതരുത്, 2 സെപ്പറേറ്റ് എൻട്രി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത്. അപ്പോൾ അത് അവരങ്ങനെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, മറ്റേ ക്യാപിറ്റൽ കുറച്ചിട്ട് ബാങ്കിൽ നിന്ന് കൊടുക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, സി അഥവാ ഇൻകമിംഗ് പാർട്ണർ ഗുഡ്വിൽ കൊണ്ടുവന്നില്ല, ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക, സി എന്ന് പറഞ്ഞ പാർട്ണർ, പുതിയ പാർട്ണർ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നില്ല എന്ത്, ഗുഡ്വില്ല്. പക്ഷെ അവൻ നിർബന്ധമായിട്ട് എന്ത് കൊണ്ടുവരും, ഗുഡ്വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവൻ എന്ത് കൊണ്ടുവരും, ക്യാപിറ്റൽ കൊണ്ടുവരും, ക്യാഷ് ആയിട്ട് അല്ലേ. അപ്പോൾ അവൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ അവൻ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് അവൻ്റെ ക്യാപിറ്റലിൽ നിന്ന്, ഇൻകമിംഗ് പാർട്ണറുടെ ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ട് ആർക്ക് കൊടുക്കുക, നമ്മുടെ ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കുക. ഏത് റേഷ്യോയിൽ, സാക്രിഫൈസിങ് റേഷ്യോയിൽ. ഇത് നമ്മൾ പറയും ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് പറയും, ഗുഡ്വിൽ അഡ്ജസ്റ്റഡ് ഇൻ ക്യാപിറ്റൽ എന്ന് പറയും. എടാ കേട്ടെ, ഗുഡ്വിൽ അഡ്ജസ്റ്റഡ് ഇൻ ക്യാപിറ്റൽ എപ്പോഴാണ് പറയുക, ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, ഗുഡ്വിൽ നമ്മൾ എന്ത് ചെയ്യും, ഗുഡ്വിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഗുഡ്വിൽ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് ഗുഡ്വിൽ നമ്മൾ ഈ ന്യൂ പാർട്ട്ണറുടെ ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ന്യൂ പാർട്ട്ണറുടെ ക്യാപിറ്റലിനെ കുറക്കുക, ഓൾഡ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യുക, കൂട്ടുക. ഏത് റേഷ്യോയിലാണ് കൂട്ടേണ്ടത്, സാക്രിഫൈസ് റേഷ്യോയിൽ. അപ്പോൾ അതിനെന്താ ജേണൽ എൻട്രി പാസ് ചെയ്യുക, ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കുറക്കും, ക്യാപിറ്റൽ കുറഞ്ഞു ഡെബിറ്റ്, ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കൂട്ടും ക്രെഡിറ്റ്. ഏത് റേഷ്യോയിൽ, സാക്രിഫൈസിങ് റേഷ്യോയിൽ. അനദർ പോയിന്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഈ ഗുഡ്വില്ല് പ്രൈവറ്റ് സെറ്റിൽമെന്റ് ആണെങ്കിലോ, പ്രൈവറ്റ് സെറ്റിൽമെന്റ് പറഞ്ഞാലേ സീനെ പാർട്ട്ണറാക്കി എടുക്കാനുള്ള പൈസ ഫേമിലോട്ട് കൊണ്ടുവരാതെ എൻ്റെയും ബീനെയും വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അത് ഫേം അറിയോ, എടാ ഫേം അറിയോ, ഇല്ല. അപ്പോൾ അതിന് നമ്മൾ പറയും പ്രൈവറ്റ് സെറ്റിൽമെന്റ്. പ്രൈവറ്റ് സെറ്റിൽമെന്റ് ആവുന്ന സമയത്ത് എന്തില്ല, ദർ ഈസ് നോ ജേണൽ എൻട്രി. അപ്പോൾ നമ്മളിപ്പോൾ അഡ്മിഷൻ്റെ പ്രൊസീജിയറാണ് പറയുന്നത്. ഒന്നാമത്തെ പ്രൊസീജിയർ എന്താ, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ല ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. എടാ ഫസ്റ്റ് പ്രൊസീജിയർ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. രണ്ടാമത്തെ എന്താ, ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ. മൂന്നാമത്തെ എന്താ, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ. നാലാമത്താണ് എന്താ അറിയോ, റീവാലുവേഷൻ. what we call revaluation. Over a period of time അസറ്റ്സിൻ്റെ ലയബിലിറ്റീസിൻ്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും, ചേഞ്ച് ആയിട്ടുണ്ടാവും. ഈ അസറ്റ്സിൻ്റെ ലയബിലിറ്റി വാല്യൂ ബുക്കിലൊരു വാല്യൂ കാണും. ഈ ബുക്കിലുള്ള വാല്യൂ ആണോ, എടാ ബുക്കിലൊരു വാല്യൂ കാണും, ഈ ബുക്കിലുള്ള വാല്യൂവും ആക്ച്വൽ വാല്യൂവും തമ്മിൽ ഡിഫറൻസ് വരാം. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ നോൺ കറണ്ട് അസറ്റ് 100, ശരിക്കും അതിൻ്റെ വാല്യൂ 150. അപ്പോൾ അസറ്റ് എത്ര കൂടിയിട്ടുണ്ട്, 50 കൂടിയിട്ടുണ്ട്. ബുക്കിലുള്ള വാല്യൂയും അസറ്റിൻ്റെ യഥാർത്ഥ വാല്യൂ തമ്മിൽ 50 ഡിഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 50 അസറ്റ് കൂടി പറഞ്ഞാൽ ഗെയിനാണോ ലോസ് ആണോ, ഗെയിൻ. ഇത് ആർക്ക് അവകാശപ്പെട്ട ഗെയിനാണ്, ഓൾഡ് പാർട്ട്നേഴ്സിന്. ഇനി ആരും കൂടെ കൂടാൻ പോവാണ്, ന്യൂ പാർട്ണറും കൂടെ. അപ്പോൾ സീക്കോ അതിൽ ബെനിഫിറ്റ് കിട്ടൂലേ ഇനി ഫ്യൂച്ചറിൽ, അത് അവന് കൊടുക്കാൻ പാടില്ല. ആ ബെനിഫിറ്റ് ആര് തന്നെ എടുക്കണം, ഓൾഡ് പാർട്ട്നേഴ്സ് തന്നെ എടുക്കണം. അപ്പോൾ എപ്പോൾ ബാലൻസ് ഷീറ്റിലെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ വാല്യൂവും, ബാലൻസ് ഷീറ്റിലെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ വാല്യൂവും യഥാർത്ഥ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ വാല്യൂവും തമ്മിൽ എന്ത് വരാം, ഡിഫറൻസ് വരാം. അപ്പോൾ ബാലൻസ് ഷീറ്റിലെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും യഥാർത്ഥ വാല്യൂവും തമ്മിൽ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കാരണം നമുക്ക് ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് എന്ത്, റീവാലുവേഷൻ അക്കൗണ്ട്. Revaluation account is prepared at the time of admission in order to find the profit or loss on change in the value of assets and liabilities. Assets and liabilitiesന്റെ വാല്യൂലുള്ള ചേഞ്ച് കാരണം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ സംഭവിച്ചതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഏത്, റീവാലുവേഷൻ അക്കൗണ്ട്. എന്താ പറയുക, റീവാലുവേഷൻ അക്കൗണ്ട്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ചേഞ്ച് നമുക്ക് 2 രീതിയിലുണ്ടാവുക. അസറ്റ് കൂടാം, ലയബിലിറ്റി കുറയാം. എന്നിട്ട് അസറ്റ് കൂടുമ്പോൾ എന്താ എൻട്രി, ഗെയിൻ ആണോ ലോസ് ആണോ, അസറ്റ് കൂടുമ്പോൾ ഗെയിൻ. അസറ്റ് കൂടുമ്പോൾ ടു അസറ്റ് കൂടിയ ടു അസറ്റ് അല്ല, അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ്, അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് അല്ലേ. പിന്നെ ഇത് ഗെയിൻ അല്ലേ, ഗെയിൻ ആകുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഗെയിനുകൾ പ്രോഫിറ്റുകളൊക്കെ എന്താ ചെയ്യുക, നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ അസറ്റ് അക്കൗണ്ട് എറ്റർ ടു റീവാലുവേഷൻ, അസറ്റ് അക്കൗണ്ട് ടു റീവാലുവേഷൻ. കുഴപ്പമില്ലല്ലോ, അസറ്റ് അക്കൗണ്ട് ടു റീവാലുവേഷൻ. ഇനി ലോസ് ആവുന്ന സമയത്തോ ലോസ് അല്ല, ലാബിലിറ്റി കുറഞ്ഞു. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് കുറഞ്ഞാൽ എന്താ എൻട്രി പറഞ്ഞു നോക്കിയേ, ക്രെഡിറ്റേഴ്സ് ആണ് ലാബിലിറ്റി കുറഞ്ഞു, ഇതൊരു ഗെയിൻ ആണ്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. എൻട്രി പറഞ്ഞേ, എൻട്രി പറ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എറ്റ് ടു റീവാലുവേഷൻ. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റർക്ക് പറഞ്ഞാൽ ലാബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ്, ഗെയിൻ ആകുമ്പോൾ റീവാലുവേഷന് ക്രെഡിറ്റ്. ഓക്കെ അല്ലേ. ഇനി അസറ്റ് കുറഞ്ഞു, അപ്പോഴോ അസറ്റ് കുറഞ്ഞാൽ അസറ്റ് അക്കൗണ്ടിന് എന്ത് ചെയ്യാം, അസറ്റ് ഡിക്രീസിന് അസറ്റ് ക്രെഡിറ്റ്, അതൊരു ലോസ് അല്ലേ, അപ്പോൾ റീവാലുവേഷന് ഡെബിറ്റ്. അപ്പോൾ എൻട്രി എന്താ, റീവാലുവേഷൻ അക്കൗണ്ട് എറ്റ് ടു അസറ്റ്. ഇനി ലാബിലിറ്റി കൂടി, അപ്പോഴോ ലാബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ് ആണ് കൂടിയത്. ലാബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റാണ് കൂടിയത്. അപ്പോൾ ലാബിലിറ്റി കൂടിയാൽ ലാബിലിറ്റിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇനി അത് ഗെയിൻ ആണോ ലോസ് ആണോ, ലോസ്. അപ്പോൾ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എന്താ വരിക, റീവാലുവേഷൻ അക്കൗണ്ട് ടു ലാബിലിറ്റി, റീവാലുവേഷൻ അക്കൗണ്ട് ടു ലാബിലിറ്റി. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിന് എന്തൊക്കെയാണ് വരിക പറ. റീവാലുവേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഈ നോമിനൽ അക്കൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യുക പറഞ്ഞ, റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. അതിലെല്ലാ ലോസുകൾക്കൊക്കെ ഏത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ലോസുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. എപ്പോഴൊക്കെ നമുക്ക് ലോസ് വരിക പറഞ്ഞേ, എപ്പോഴൊക്കെ നമുക്ക് ലോസ് വരിക പറഞ്ഞേ, പ്ലീസ് ടെൽ മീ വെൻ വി ഹാവ് ലോസ്. അസറ്റ് കുറഞ്ഞു, ലാബിലിറ്റി കൂടി. എപ്പോഴൊക്കെ നമുക്ക് ഗെയിൻ വരിക, എപ്പോഴൊക്കെ നമുക്ക് ഗെയിൻ വരിക, അസറ്റ് കൂടി ലാബിലിറ്റി കുറഞ്ഞു.
അസറ്റ് കൂടി ലാബിലിറ്റി കുറഞ്ഞു. സെറ്റ് അല്ലേ? എടാ അസറ്റ് കൂടി ലാബിലിറ്റി കുറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ലോസ് എപ്പോഴൊക്കെ വരിക? അസറ്റ് കുറഞ്ഞു ലാബിലിറ്റി കൂടി. ഗെയിൻ എപ്പോഴൊക്കെ വരിക? അസറ്റ് കൂടി ലാബിലിറ്റി കുറഞ്ഞു. അപ്പോൾ ഗെയിനുകളൊക്കെ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലോസുകളൊക്കെ എന്ത് ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ ആണോ? ദെൻ ഇപ്പോൾ ഈ സിനാരിയോ നോക്കിയേ, നമ്മൾ ബാലൻസ് ഷീറ്റ് തന്നു. അപ്പോൾ നോൺ കറണ്ട് അസറ്റ് 100, അത് ശരിക്കും ഇപ്പോഴത്തെ വാല്യൂ എത്ര? 150. കറണ്ട് അസറ്റ് 200, ശരിക്കും വാല്യൂ എത്ര? 180. ജെ. ദെൻ ജനറൽ റിസർവ് ഉണ്ട് 50, പിന്നെ ക്യാപിറ്റൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ട് പ്രകാരം അസറ്റ് 100 ൽ 150 ആയി. എന്താ ജേണൽ എൻട്രി പറഞ്ഞേ? അസറ്റ് 100 ൽ 150 ആയി. എന്താ ജേണൽ എൻട്രി? അസറ്റ് അക്കൗണ്ട് അറ്റ് ടു റീവാലുവേഷൻ. ഏത് 100 150 50 50. ഓക്കെ. കറണ്ട് അസറ്റ് 200 ൽ 180 ആയി. കുറഞ്ഞോ കൂടിയോ? കുറഞ്ഞു. പാർട്ടികൾ ശ്രദ്ധിക്ക്, കുറഞ്ഞു. എത്ര കുറഞ്ഞു? 20 കുറഞ്ഞു. അവിടെ 200 ൽ 180 ആകുമ്പോൾ 20 കുറഞ്ഞു എന്നല്ലേ പറയാം. അപ്പോൾ എന്താ ജേണൽ എൻട്രി പറഞ്ഞേ? റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ്. അപ്പോൾ നോക്കിയേ, ക്രെഡിറ്റ് സൈഡ് 50, ഡെബിറ്റ് സൈഡ് 20. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? പ്രോഫിറ്റ്. ക്രെഡിറ്റ് അല്ലേ കൂടുതലേ? എടാ ക്രെഡിറ്റ് കൂടുതലല്ലേ? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? പ്രോഫിറ്റ്. ഹൗ മച്ച് ഈസ് പ്രോഫിറ്റ്? 30. ഈ 30 നമ്മൾ എങ്ങോട്ട് മാറ്റുക? പാർട്ട്നേഴ്സിന്. ഏത് പാർട്ട്നേഴ്സ്? ഓൾഡ് പാർട്ട്നേഴ്സാ, ന്യൂ പാർട്ട്നേഴ്സാ, ഓൾഡ് പാർട്ട്നേഴ്സാ? ഓൾഡ് പാർട്ട്നേഴ്സ്. ഏത് റേഷ്യോ? ഓൾഡ് റേഷ്യോ. അപ്പോൾ എന്താ ജേണൽ എൻട്രി? ഈ റീവാലുവേഷൻ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് പോകുമ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കൂടൂലേ? അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ റീവാലുവേഷന് ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? റീവാലുവേഷനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി വിൽ ബി റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ദിസ് ഈസ് ദ റീവാലുവേഷൻ, കൺസെപ്റ്റ് ഓഫ് റീവാലുവേഷൻ. എന്തിനാണ് നമ്മൾ റീവാലുവേഷൻ ചെയ്യുന്നത്? ബുക്കിലുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ വാല്യൂം അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ യഥാർത്ഥ വാല്യൂ എന്താവണമെന്നില്ല, സെയിം ആവണമെന്നില്ല. ഓവർ എ പീരിയഡ് ഓഫ് ടൈം ചേഞ്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ചേഞ്ച് കാരണം എന്ത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ദാറ്റ് ചേഞ്ച് ആക്ച്വലി പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂ ടു ചേഞ്ച് ആക്ച്വലി ബിലോങ്സ് ടു അത് ആർക്കുള്ള? ഓൾഡ് പാർട്ട്നേഴ്സ്. അപ്പോൾ അത് ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ കിട്ടാൻ പാടുള്ളൂ, ന്യൂ പാർട്ട്ണർക്ക് വരാൻ പാടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നത്? റീവാലുവേഷൻ ചെയ്യുന്നത്. ഇനി അടുത്തത് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ ആർക്കാണ് കൊടുക്കുക? ജനറൽ റിസർവ് ഒക്കെ ഉണ്ടാവും. ഇവിടെ കണ്ടോ ജനറൽ റിസർവ്? ഈ ജനറൽ റിസർവ് എന്താണ്? പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് ആർക്ക്? ഈ പ്രോഫിറ്റ് ക്യാപിറ്റലോട്ട് മാറ്റാതെ ഇവർ മാറ്റി വെച്ച പ്രോഫിറ്റാണ്. ഇവർ മാറ്റി വെച്ച പ്രോഫിറ്റ് അല്ലേ? ഈ പ്രോഫിറ്റ് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഓൾഡ് പാർട്ട്നേഴ്സിന്. അപ്പോൾ അത് ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കാൻ പാടില്ല. അത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ കൊടുക്കുക. അപ്പോൾ എന്താ എൻട്രി പറഞ്ഞു നോക്കിയേ? ഓൾഡ് പാർട്ട്നേഴ്സിനെ ഓൾഡ് റേഷ്യോയിൽ കൊടുക്കുമ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി വരിക? റിസർവുകൾക്കൊക്കെ ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? റിസർവിനെ ക്യാൻസൽ ആക്കാൻ അപ്പോൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഡെബിറ്റ് ചെയ്യുക അല്ലേ? റിസർവിനൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്യാൻസൽ ചെയ്യാൻ ഡെബിറ്റ് ചെയ്യുക. ഇത് ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യും? കൂടോ കുറയോ? കൂടും. അപ്പോൾ എന്താ എൻട്രി പറഞ്ഞു നോക്കിയേ? ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് ടു ജനറൽ റിസർവ് അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ജനറൽ റിസർവ് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്യാൻസൽ ആക്കാൻ വേണ്ടി ഡെബിറ്റ് ചെയ്യണം. ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കൂടും. ക്യാപിറ്റൽ കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ സാധാരണ ഒരു അഡ്മിഷൻ പ്രോബ്ലത്തിൽ നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക? റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കും. പിന്നെ ഇത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്തൊക്കെ വരിക പറഞ്ഞേ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കോളമിൻ്റെ ഫോമിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ വരിക? ഓപ്പണിംഗ് ബാലൻസ് വരും, പിന്നെ ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ വരും, പിന്നെ ഗുഡ് വിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരും, പുതിയ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന വരും, റീവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് വരും. എന്നിട്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ബാലൻസ് ചെയ്ത് നമ്മൾ ഏതും പ്രിപ്പയർ ചെയ്യുക? ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഏത് വാല്യൂലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക? റീവാലുവേഷൻ ശേഷമുള്ള വാല്യൂലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. പിന്നെ നമ്മൾ പുതിയ പാർട്ട്ണർ ഗുഡ് വില്ലൊക്കെ കൊണ്ടുവന്നു, ക്യാപിറ്റലൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ക്യാപിറ്റൽ ബാങ്ക് അക്കൗണ്ടിലോട്ടൊക്കെ എന്ത് ചെയ്യും? ആ ചേഞ്ച് വരും. ഇതാണ് അഡ്മിഷനിലെ ഓവറോൾ പ്രൊസീജിയർ. ഒന്നും കൂടെ പറഞ്ഞേ. ഫസ്റ്റ് മുതൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അവിടെ നമ്മൾ കാണേണ്ടത് ഏതൊക്കെ റേഷ്യോ? ന്യൂ റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ. പിന്നെ നമ്മൾ പറഞ്ഞ ഏതായിരുന്നു? ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ കൊണ്ടുവന്നില്ലേ? പിന്നെ അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ല്, പിന്നെ അതുപോലെ തന്നെ റീവാലുവേഷൻ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്, ജനറൽ റിസർവ് പോലത്തെ സാധനങ്ങൾ. ഇനി ഇവിടെ പ്രോഫിറ്റ് ലോസ് നമ്മൾ അക്യൂമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോസ് അക്യൂമുലേറ്റ് ചെയ്ത് വെച്ചാൽ അത് ആര് അക്യൂമുലേറ്റ് ചെയ്ത ലോസാണ്? ഓൾഡ് പാർട്ട്നേഴ്സ്. അത് ആർക്ക് കൊടുക്കണം? ഓൾഡ് പാർട്ട്നേഴ്സിന്. അപ്പോൾ അത് ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കാനായിട്ട് തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ എന്താ എൻട്രി പാസ് ചെയ്യുക? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു P&L. റീവാലുവേഷൻ അല്ല, P&L. ലോസ് ഉണ്ടാവുക ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ടല്ലേ? അതേപോലെ കമ്പനി അക്കൗണ്ട്സിൽ നമ്മൾ പഠിച്ച പോലെ P&L അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആയിട്ടായിരിക്കും ലോസ് ഉണ്ടാവുക കേട്ടോ. P&L അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആയിട്ടായിരിക്കും നമ്മൾ ലോസ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? മാനേജ് ചെയ്തിട്ടുണ്ടാവുക. സോ ദാറ്റ്സ് അബൌട്ട് വാട്ട് വി ഡു ഇൻ അഡ്മിഷൻ. അപ്പോൾ അടുത്ത് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നെക്സ്റ്റ് എന്ത് ചെയ്യാം.